വണ്ടിയെടുക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ വണ്ടിയിലേക്ക് കേറട്ടെ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്താ എല്ലാവരുടെയും വിശേഷം? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്ര ഒരു ബീച്ച് ഫെസ്റ്റിവൽ കാണാനാണ്. അപ്പോൾ ഏത് ബീച്ചായിരിക്കും അല്ലേ? ഏത് ബീച്ചാണെന്ന് വെച്ചാൽ ചാവക്കാട് ബീച്ച്, തൃശ്ശൂർ ചാവക്കാട് ബീച്ച്. ഒരു അത്യാവശ്യം നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാട്ടോ തൃശ്ശൂരത്തെ. കാണാൻ അതിമനോഹരമായ ഒരു ബീച്ച് കൂടിയാണ് ചാവക്കാട് ബീച്ച്. അതേപോലെ ഒരുപാട് നല്ല കാഴ്ചകളും ഒരുപാട് റൈഡുകളും അതേപോലെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പാർക്കും നല്ല നല്ല ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. പോണ വഴിയും അടിപൊളിയാണ്, പോകുന്ന വഴിയും അതിമനോഹരമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ എന്താ പറയുക, ബീച്ച് റോഡ് വഴിയൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാഴ്ചകളാണ് കാണാൻ. ബീച്ചും കണ്ട് നല്ല രസമായിട്ട് പോവാം. ചില നല്ല നല്ല പ്ലേസുകളിൽ നിർത്തി അവിടെയും എൻജോയ് ചെയ്ത് നമുക്ക് യാത്ര തുടരാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഏകദേശം എത്താനായി തുടങ്ങി കേട്ടോ. അപ്പോൾ ബീച്ചിലേക്ക് എത്താനായി തുടങ്ങി. അപ്പോൾ ഞാനും ഇക്കയും നമ്മുടെ 2 കുട്ടീസൊക്കെ ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ അവർക്ക് കുറേ ദിവസമായിട്ട് പറയുന്നു പാർക്കിൽ പോവാന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്നെന്തായാലും മിക്ക പറഞ്ഞു, അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചാവക്കാട് ബീച്ചാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചാവക്കാട് ബീച്ച് വന്നു. ഇതേ നമ്മുടെ ബീച്ചിലെത്തി കേട്ടോ. അപ്പോൾ എത്തുന്ന ഈ ഒരു പോർഷനൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി. ഇതാ ഇവിടെ ഒരു പാർക്കുണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ട്, നല്ലൊരു പാർക്കുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ ഫെസ്റ്റിവലിൻ്റെ ടൈമായ കാരണം ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ചാവക്കാട് ബീച്ചിൽ. അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടോ. അപ്പോൾ അതൊക്കെ കാണാം എന്നുള്ളതായി. അപ്പോൾ ഐബുവിന് ഫസ്റ്റ് തന്നെ ഡയറക്റ്റ് പാർക്ക് കണ്ടപ്പോൾ അവൾക്കാണെങ്കിൽ ഭയങ്കര വാശിയായി, പാർക്കിൽ പോകണം, പാർക്കിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഐബുവിന് ഒരുവിധമൊക്കെ സമ്മതിപ്പിച്ച് ഓക്കെ പറഞ്ഞ് കുറച്ച് നേരം ഒന്ന് എല്ലാം കണ്ട് വന്നിട്ട് കളിക്കാമെന്നൊക്കെ പറഞ്ഞ് കൂടെ കൊണ്ട് നടക്കാം കേട്ടോ. അപ്പോൾ ഓരോ ഐറ്റം കാണുമ്പോഴും അവൾക്ക് ചെറിയ വാശിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പോകാം, അത് മേടിക്കാം എന്നൊക്കെ. അങ്ങനെ കുറച്ച് നടന്നപ്പോഴാണ് ഇവിടെ ഒരു മലബാർ മേള എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റ് ഉണ്ട് കേട്ടോ, മലബാർ മേള. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതേ മലബാർ മേള എക്സിബിഷൻ മെഗാ സ്റ്റാൾ എന്നൊക്കെ ഇട്ടിട്ട് ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നൊക്കെ നോക്കി നമുക്കെല്ലാം ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇക്കയും ഐബയും നസമോളും നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ നോക്കാം കേട്ടോ.
അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ഇതാ അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇതാ ഇവിടെ വേറെ ഫുഡിൻ്റെ ഒക്കെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ സ്റ്റാളുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഒക്കെ മേടിച്ച് അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. അപ്പോൾ ഉണ്ട് ഉപ്പിലിട്ട ഒരുപാട് ഐറ്റംസ്, ഒരുപാട്. ഇത് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് വായിൽ വെള്ളം വരും അല്ലേ. പ്രത്യേകിച്ച് ഇവർ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുള്ളത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോഴേ നമുക്കൊന്ന് മേടിച്ച് ടേസ്റ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾക്കൊന്ന് നടന്നപ്പോഴാണ് ദാ ഇവിടെ ജീപ്പൊക്കെ കണ്ടത്. അത് കണ്ടപ്പോൾ ഐബൂന് അതിലൊന്ന് കയറണം എന്ന് വാശിയായി. അങ്ങനെ ഐബൂനെ കയറ്റാൻ വേണ്ടിയിട്ട് ഇക്ക പൈസ ഒക്കെ കൊടുത്ത് അപ്പോൾ അവൾ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് മെഷീനിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ്. പക്ഷേ അല്ല, ആളൊന്ന് പറ്റിച്ചു. പറ്റിച്ചെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ മെഷീനിലാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആൾ സ്വയം കൈകൊണ്ട് തള്ളിയാണ് അത് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ മെഷീനൊന്നുമല്ല. ആളുടെ സ്വന്തം കൈയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ അവൾ കളിച്ച്. അങ്ങനെ അവിടെ നിന്ന് ദാ ബീച്ച് കാണാം, കടൽ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ നടന്നു കേട്ടോ. നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നടക്കുമ്പോഴും ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. കാരണം ഒരുപാട് സ്റ്റാളുകളാണ് കേട്ടോ അവിടെ കൂടുതൽ. ഫുഡിൻ്റെതായാലും എന്തെങ്കിലും ഐറ്റംസുകളായാലും ടോയ്സ്, അങ്ങനെ ഒരുപാട് സ്റ്റാളുകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് അവിടെ നിന്ന് നടന്നു. പിന്നെ അടുത്ത് നമ്മൾ പാനിപ്പൂരി കണ്ടപ്പോൾ ഒരു പാനിപ്പൂരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് പാനിപ്പൂരി മേടിച്ചു. അതേപോലെ ബേൽപൂരിയും മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ ബേൽപൂരി എന്തോ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് പിന്നെയും ഞങ്ങൾ നടന്നു. അപ്പോഴാണ് ദാ ഇവിടെ ഒരു കട കുലുക്കി സർബത്തൊക്കെ കണ്ടേ. അപ്പോൾ അത് കണ്ടപ്പോൾ അടിപൊളി. അപ്പോൾ നമ്മൾ അതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഒക്കെ ബൂസ്റ്റിൻ്റെ ഒരു സർബത്താട്ടോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ മൂന്നാൾക്ക് 3 തരം സർബത്തൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ അത് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റി ആയിരുന്നു കേട്ടോ. എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരെണ്ണം മാത്രമല്ല, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇക്കാടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഐസ് ചുരുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഐറ്റം കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതും ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ അതും ഇക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കായാലും ഇക്കായാലും ഐബുനായാൽ പോലും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിഷ്ടമായപ്പോൾ ഞങ്ങൾ വീണ്ടും അത് വേറെ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തു. അതും കഴിച്ചിട്ടാണ് പിന്നെ നമ്മളൊന്ന് പോയത്. ഇക്ക ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ, കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ കുലുക്കുന്നതും അവിടുത്തെ മ്യൂസിക്കും എല്ലാതുമായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കാണാൻ തന്നെ നല്ല രസമില്ലേ.
അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് എല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ദേ അവിടെ നിന്ന് പോവാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. ബായ്.